ഇവിടെ പ്രേക്ഷകരെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാലേ നീറ്റ് ക്രമക്കേടിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഡൽഹിയിലെ രണ്ടാം പ്രതിഷേധം ഇന്നാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ജന്തർ മന്ദറിലാണ് പ്രതിഷേധത്തിന് പോലീസ് അനുമതി നൽകിയിട്ടുണ്ട്. നാളെ നീറ്റ് UG പുനഃപരീക്ഷ നടക്കാനിരിക്കെ എത്ര വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിന് എത്തുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ശരത്ലാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ചേരുന്നു. ശരത്ലാൽ, ഗുഡ് മോർണിംഗ്. ഇതിപ്പം CJP പ്രതിഷേധമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തയായി വരുന്നത് എങ്കിലും എനിക്ക് തോന്നുന്നു കൂടുതൽ പേർക്കും അറിയാൻ താല്പര്യം നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും. കാരണം ഇന്ന് 10,000 കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രില്ല് നടത്തുന്നുണ്ട്. ടെലിഗ്രാം ആപ്പ് അടക്കം റദ്ദ് ചെയ്തുകൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി നടത്തുന്ന പുനഃപരീക്ഷയാണ്. ഇനി ഇതിലൊരു പ്രശ്നം എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് കേന്ദ്ര സർക്കാരിനെ വല്ലാതെ അങ്ങ് ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. മറ്റൊന്ന് നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞ പോലെ CJPയുടെ പ്രതിഷേധമാണ്. രാത്രി തന്നെ അറിയിച്ചിരിക്കുന്നത് 274 കേന്ദ്രങ്ങളിലേക്ക് നീറ്റ് പരീക്ഷ പേപ്പറുകൾ എയർലിഫ്റ്റ് ചെയ്തു എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ലക്ഷ്മി, ഒരു പഴുതടച്ച ഒരു കാര്യമാണ് നീറ്റ് പരീക്ഷ നടത്തിപ്പിൽ ഈ തവണ കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം വളരെ പ്രത്യേകതയോടുകൂടി നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ധർമ്മേന്ദ്ര പ്രധാന്റെ അല്ലെങ്കിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ ഭാവിയുമായി ബന്ധപ്പെട്ടതാണ്. ഏതായാലും ധർമ്മേന്ദ്ര പ്രധാനെ സംബന്ധിച്ചോളം നീറ്റ് പരീക്ഷ അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട്, CBSE പരീക്ഷയിലെ ക്രമക്കേട് ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ വലിയ ഒരു തിരിച്ചടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പരീക്ഷയിൽ എന്തെങ്കിലും പാളിച്ച വരികയാണെങ്കിൽ അത് വല്ലാത്തൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് സർക്കാർ പറയുന്നത്, കേന്ദ്ര സർക്കാർ പറയുന്നത് പൂർണ്ണ രൂപത്തിൽ എന്ത് പറയുന്നു എന്നുള്ളതാണ്. പൂർണ്ണ രൂപത്തിൽ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ഒരു നിലപാട് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഒരു കാര്യം കൂടി നമുക്ക് വ്യക്തമാകുന്ന ശേഷം ഇന്ന് പാർട്ടി അതായത് CJPയുടെ ഈ രണ്ടാം പ്രതിഷേധ പ്രകടനം ഡൽഹിയിൽ നടക്കുകയാണ്. ജന്തർ മന്ദറിലാണ് രണ്ടാം പ്രതിഷേധം നടക്കുന്നത്. ഇതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുന്നു എന്നതിലുപരി മറ്റു 2 ആവശ്യങ്ങൾ കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മരണപ്പെട്ട അതായത് ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളോട് മാപ്പ് പറയണം. 2 ആത്മഹത്യ കുടുംബങ്ങൾക്ക് 1 കോടി രൂപയുടെ നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ്. നീറ്റ് പരീക്ഷയുടെ ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ്. ഏതായാലും ഇന്ന് 1 മണിക്ക് ഈ നടക്കുന്ന പ്രതിഷേധ സമരത്തിൽ ലഡാക്കിലെ സമരനായകൻ വാങ്ചുക് അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മറ്റൊരു കാര്യമുണ്ട്, എന്തായിരിക്കും CJPയിൽ ഈ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ആവേശം മലതല്ലുമോ? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് 1 മണിക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഏതായാലും ഡൽഹി പോലീസ് പൂർണ്ണമായിട്ടുള്ള അനുമതികളൊക്കെ നൽകിയിട്ടുണ്ട്. ശരി, ഓക്കെ. ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ജന്തർ